ഗൈസ്, ലോകത്തിൽ ഏത് ലീഗ് കാണും, ആ ലീഗ് അവസാനിച്ചിട്ടും ആരാണ് വിജയി എന്ന് തീരുമാനിക്കാത്തൊരു സാഹചര്യമുള്ളത്. ഇതാണ് മക്കളെ ക്ലൈമാക്സ്. നമ്മൾ ഒരിക്കലും ഒരു സിനിമകളിലും കാണാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സിലേക്ക് പോകുന്നു എന്നൊക്കെ പറയേണ്ടി വരും. സിനിമ അവസാനിച്ചിട്ടും ക്ലൈമാക്സ് ആരാധകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണുള്ളത്. നമ്മുടെ ഐ ലീഗിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് ട്വിസ്റ്റ് ആൻഡ് ടേൺസിനെ പറ്റി പറഞ്ഞിട്ട് ആ ട്വിസ്റ്റ് കുറച്ചും കൂടി ഒന്ന് പൊലിപ്പിക്കാനാണെന്ന് തോന്നുന്നു AFF തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളത്. കാരണം ലീഗ് അവസാനിക്കുന്ന സമയത്ത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആരാണ് യഥാർത്ഥ വിജയി എന്നുള്ളത്. നമുക്ക് പോയിന്റ് ടേബിൾ എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൂഗിളിലെ അല്ല, ഐ ലീഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചർച്ചിൽ ബ്രദേഴ്സിന് 40 പോയിന്റ് ഉണ്ട്. അപ്പോൾ അവരാണ് ചാമ്പ്യൻസ് എന്നുള്ളതാണ്. എന്നാൽ ഇന്റർകാഷിക്കും ഒരു വലിയ സാധ്യതയുണ്ട്. ഇന്റർകാഷിക്ക് നിലവിൽ അതനുസരിച്ച് 39 പോയിന്റ് ആണുള്ളത്. പക്ഷേ അവരുടെ ഒരു അപ്പീൽ പോയിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെർഡിക്റ്റ് വരാനിരിക്കുന്നു. അത് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്റർകാഷി ഐ ലീഗ് ചാമ്പ്യൻസ് ആകും. അപ്പോൾ അവർക്ക് ISLലേക്കുള്ള ഒരു പ്രൊമോഷൻ കിട്ടും എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരാൻ ഇനിയും 3 ആഴ്ച കാത്തിരിക്കണം എന്നുള്ളതാണ്. അതിലൊരു പോസിറ്റീവ് ഞാൻ പറയാം. ഇപ്പോൾ ഇന്റർകാഷിയും ചർച്ചിൽ ബ്രദേഴ്സും ചാമ്പ്യൻസായി ISLലേക്ക് പ്രൊമോട്ടായി എന്നുള്ള തരത്തിലുള്ള ഒരു സെലിബ്രേഷൻസും പരിപാടികളൊക്കെ അവരുടെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട്. എന്നാണെങ്കിലും 3 ആഴ്ച കഴിഞ്ഞ് ഇതിൽ ഏതെങ്കിലും ഒരു ടീം വിഷമിക്കും. അതിനുശേഷം ചില പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും എന്നുള്ളതാണ്. സോ എന്തായിരിക്കും വിധി എന്നുള്ളതിന് വേണ്ടി എന്ത് കോമഡിയാണല്ലേ. ഇത്ര നാൾ എന്തിനാണ് അതിൻ്റെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കുക? ഇത് ഒരുമാതിരി ഫുട്ബോളിൻ്റെ ആ ഒരു രസത്തെ തന്നെ കൊല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്താണെങ്കിലും ഇന്നലെ ആയിരുന്നു നമുക്കറിയാം ആ ഒരു ഫൈനൽ ഡേ. ഒരു 4 ടീമുകൾ ഈ ഒരു ടൈറ്റിൽ റേസിലുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ളതായിട്ടുള്ള ഗോകുലം, കേരള അടക്കം. എന്താണെങ്കിലും ഗോകുലത്തിൻ്റെയൊക്കെ സാധ്യത ഇന്നലത്തെ ഒരു മത്സരം കഴിഞ്ഞതോടുകൂടി അവസാനിക്കുന്നുള്ളതാണ്. കാരണം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഡെംബോയ്ക്കെതിരെ 4-3 എന്ന സ്കോറിൽ. ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ഗോകുലം 2-0 എന്ന് പറയുന്ന ഒരു ലെവലിൽ മുന്നിലെത്തിയതാണ്. അതിനുശേഷമാണ് അവർക്ക് മത്സരം കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് വരുന്നത്. കാരണം ഒരു 33 മിനിറ്റ് ആകുന്ന സമയത്ത് തന്നെ 2-2 എന്ന നിലയിൽ ഡെംബോ മത്സരം സമനിലയാക്കി. അതിനുശേഷം ഒരു റെഡ് കാർഡ് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടായി മഷൂർ ഷെരീഫിന്. പിന്നീട് 3-2 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അവർ മുന്നിലെത്തുന്ന സാഹചര്യം വന്നു. എന്നാൽ ഗോകുലം തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി 3-3 എന്ന ലെവലിലെത്തി. എന്നാൽ അവസാന മിനിറ്റുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഡെംബോ അവരുടെ വിന്നിങ് ഗോൾ നേടി 4-3 എന്ന് പറയുന്ന ലെവലിലെത്തി ഗോകുലത്തിൻ്റെ സാധ്യതകളൊക്കെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഗോകുലം കേരളയ്ക്ക് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരുന്നെങ്കിലും സാധ്യതകളൊന്നും തന്നെ ഇല്ല. കാരണം അവർക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ടുകളല്ല മറ്റ് ടീമുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ചർച്ചിൽ ബ്രദേഴ്സും റിയൽ കാശ്മീരും തമ്മിൽ നടന്ന മത്സരം ഒരു 1-1 ഡ്രോ ആയിട്ട് മാറി. അതോടുകൂടി തന്നെ അവരുടെ സാധ്യതകൾ അസ്തമിച്ചു എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പറയേണ്ടത്. ആ ഒരു മത്സരത്തിൽ റിയൽ കാശ്മീർ ആദ്യം മുന്നിലെത്തിയതാണ്. പിന്നീട് ചർച്ചിൽ ബ്രദേഴ്സിന് പെനാൽറ്റി സിറ്റുവേഷൻ കിട്ടി. അത് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഗോൾ കീപ്പർ സേവ് ചെയ്തു. അങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവസാനം റിയൽ കാശ്മീർ താരത്തിൻ്റെ ഒരു ഡിഫൻസീവ് എററാണ് അവർക്ക് ഒരു ഗോൾ നേടിയെടുക്കാൻ സാധിച്ചത്. 1-1 എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്താൻ സാധിച്ചത്. സോ പിന്നീട് ഒരു പെനാൽറ്റി സിറ്റുവേഷനൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷേ റഫറി അത് വിളിക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് 1-1 എന്ന് പറയുന്ന ഒരു ലെവലിൽ ആ ഒരു മത്സരം അവസാനിച്ചത്. എന്നാൽ ഇന്റർകാഷിക്ക് ആണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഈ ചാമ്പ്യൻഷിപ്പ് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം 3-1 എന്ന് പറയുന്നൊരു സ്കോറിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ. ഈ ഒരു മത്സരത്തിൽ 1-1 എന്ന് പറയുന്ന ലെവലിൽ എത്തിയതാണ്. ആദ്യം ഇന്റർകാഷി സ്കോർ ചെയ്തു, പിന്നീട് അവർ സ്കോർ ചെയ്തു. പിന്നീട് അവസാന മിനിറ്റുകളിലാണ് 2 ഗോളുകൾ അടിച്ചിട്ട് അവർ വിൻ ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. എന്താണെങ്കിലും പറഞ്ഞല്ലോ, AFF പക്ക കോമഡി അല്ലെങ്കിൽ ഇതെന്ത് മാങ്ങാത്തൊലിയാണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. വെർഡിക്റ്റ് വരുമ്പോഴത്തേക്കും ഇന്റർകാഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരത്തിൽ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ്. അങ്ങനെയെങ്കിൽ ഇന്റർകാഷിക്ക് ISLലേക്കൊക്കെയുള്ള ഒരു പ്രൊമോഷൻ നേടിയെടുക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യത്തിലേക്കൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റും. സൈനിങ് ഓഫ്.